ഹായ് ഫ്രണ്ട്സ്, അഗ്രവീസിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലോട്ട് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത് നമ്മൾ ഈ സമയത്ത് കൊടുക്കാൻ കഴിയുന്ന കുറച്ച് തണ്ടുവരപ്പം മരുന്നുകൾ നമ്മൾ പരിചയപ്പെടുത്തുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ? അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഇന്നത്തെ നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞാൽ ഈ സമയത്ത് കൊടുക്കാൻ കഴിയുന്ന ഒന്ന് രണ്ട് നല്ല തണ്ടുവരപ്പം മരുന്നിൻ്റെ കോമ്പിനേഷൻസ് പരിചയപ്പെടുത്തുന്നതാണ്. നമുക്ക് ചൂടൊക്കെ കൂടി വരുവാണ്, ഒരിടത്തും കറണ്ട് ഇല്ല, വെള്ളം നനയ്ക്കാൻ മാർഗ്ഗമില്ല, മൊത്തത്തിലൊരു പ്രതികൂല കാലാവസ്ഥ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു പ്രതികൂല കാലാവസ്ഥയിൽ നമ്മൾ നേരിടുന്ന വലിയൊരു പ്രശ്നമാണ് തണ്ടുവരപ്പം പുഴുക്കളുടെ ആക്രമണം. അതേപോലെ ട്രിപ്സിൻ്റെ ആക്രമണം ഭയങ്കര കൂടുതലാണ്. അപ്പോൾ ഇതിന് കൊടുക്കാൻ കഴിയുന്ന നല്ലൊരു കോമ്പിനേഷൻസ് ആണ് നമ്മൾ പരിചയപ്പെടുന്നത്. ഈ സമയത്ത് കൊടുക്കുമ്പോൾ തണ്ടുവരപ്പിനും ട്രിപ്സിനും നല്ല ഹെവി ആയിട്ടുള്ള കോമ്പിനേഷൻ തന്നെ കൊടുത്താലേ നമ്മുടെ ചരങ്ങളെ നമുക്ക് നിലനിർത്തി കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ കുറച്ച് ദിവസമായി വീഡിയോ ഒക്കെ ചെയ്തിട്ട് ചെറിയൊരു പനിയൊക്കെ ആയിട്ട് ആശുപത്രിയിലായിരുന്നു. ആ ആശുപത്രി കയറുന്നതിന് മുമ്പ് നമ്മൾ ട്രയൽ ചെയ്ത് വെച്ചിട്ട് പോയൊരു പ്രോഡക്റ്റാണ്. എക്സലൻറ്റ് റിസൾട്ട് ഉള്ള ഒരു പ്രോഡക്റ്റാണ്. ഗോദ്രേജിൻ്റെ ഗ്രാസിയ എന്ന് പറഞ്ഞ പ്രോഡക്റ്റാണ്. അപ്പോൾ ഗോദ്രേജിൻ്റെ ഗ്രാസിയ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫ്ലുക്സാമെറ്റാമേഡ് എന്ന് പറഞ്ഞൊരു കെമിക്കലാണ്. 10% GC ഫോമിൽ വരുന്നതാണ്. ഇത് സെയിം കോമ്പിനേഷൻ IAL ഷിൻവ എന്ന് പറഞ്ഞ പേരിൽ ഇറങ്ങുന്നുണ്ട്. നല്ലൊരു മരുന്നാണ്. ഇത് ബാക്ടീരിയൽ എക്സ്ട്രാക്റ്റ് ആണ്. അപ്പം ഇതിൻ്റെ ഇതിനെക്കുറിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ജപ്പാനിലെ നിസാൻ കോർപ്പറേഷൻ്റെ നിന്ന് പർച്ചേസ് ചെയ്ത് ഇന്ത്യയിൽ റീബോട്ടിൽ ചെയ്യുന്നതാണ് ഗോദ്രേജും IAL ഒക്കെ. അടിപൊളി ഒരു കെമിക്കലാണ്. ഇന്റർനാഷണലി ഭയങ്കര ഫേമസ് ആയിട്ട് ട്രിപ്സിന് ഭയങ്കര കൺട്രോൾ, അതായത് സഖ്യം പെസ്റ്റുകൾക്ക് വേണ്ടി മാത്രം ടാർഗറ്റ് ചെയ്ത് ഇറക്കിയിരിക്കുന്ന ഒരു കോമ്പിനേഷനാണ്. അതിമാരെ കൺട്രോളാണ് ട്രിപ്സിന്. ഇത് കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് ട്രിപ്സിന് നല്ല കൺട്രോൾ കിട്ടി. അതേപോലെ ഒരു പരിധി വരെ നമുക്കൊരു 10-20 ദിവസത്തേക്കൊക്കെ തണ്ടുവരപ്പും പുഴുക്കൾക്കും കൺട്രോൾ ഉണ്ടായിരുന്നു. പക്ഷെ നമുക്ക് ഈ ഒരു ചൂട് കൂടിയ അവസ്ഥയിൽ നമ്മൾ ഒരിക്കലും തണ്ടുവരപ്പിന് ഇത് കൺട്രോൾ കിട്ടുമെന്ന് റെക്കമെൻഡ് ചെയ്യുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇളശരങ്ങൾ ഒത്തിരിയുള്ള തോട്ടങ്ങളുണ്ട്. അപ്പോൾ ചൂടും കൂടുതലാകുമ്പോഴത്തേക്ക് പുഴുവിൻ്റെ ആക്രമണം കൂടുതലായിരിക്കും. അപ്പോൾ അങ്ങനെ ഗ്രാസിയ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ ഒരു 30 തൊട്ട് 40 മില്ലി വരെ ഗ്രാസിയ, അതിൻ്റെ കൂടെ ഒരു 100 ഗ്രാം ഇമാമെറ്റിനൂടെ കൊടുക്കുകയാണെങ്കിൽ അടിപൊളി റിസൾട്ടാണ്. നമ്മൾ പറഞ്ഞത് ജപ്പാനിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യുന്ന കെമിക്കലാന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ കുറച്ച് കോസ്റ്റ്ലിയാണ്. നമുക്കറിയാമല്ലോ, ഇമ്പോർട്ട് ചെയ്യുന്നതിന് ടാക്സും കാര്യങ്ങളൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്ക് അത്യാവശ്യം കോസ്റ്റ്ലി ആയിട്ട് വരുന്നുണ്ട്. ഒരു ബ്ലൂ ട്രയാങ്കിൾ ഉള്ള ഒരു കോമ്പിനേഷനാണ് ഫ്ലുക്സാമെറ്റാമേഡ് എന്ന് പറയുന്നത്. 10% GC ഫോമിലാണ് വരുന്നത്. അപ്പം ഇതിൻ്റെ ഒരു മെയിൻ ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ സക്കിം പെസ്റ്റ് ആണ്. അതേപോലെ ക്യാപ്സൂൾ ബോറർ, നമ്മുടെ തുറന്ന അകത്ത് കയറുന്ന കുഞ്ഞു പുഴുക്കൾക്ക് അത്യാവശ്യം നല്ല കൺട്രോൾ ഉണ്ട്. പക്ഷേ സ്റ്റെം ബോററിന് കൺട്രോൾ കുറവാണെന്നാണ് കമ്പനി തന്നെ അവകാശപ്പെടുന്നത്. അതുകൊണ്ട് തന്നെയാണ് കമ്പനി പറയുന്നത് കുറച്ച് ഇമാമെറ്റിനോടെ കൂട്ടി നമുക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ തണ്ടുവരപ്പം പുഴുക്കൾ, ചൊറിപ്പേന്, മൈറ്റ്സ് അങ്ങനെയുള്ള സക്കിം പെസ്റ്റുകൾക്കെല്ലാം നല്ല കൺട്രോൾ കിട്ടും. പ്രത്യേകിച്ച് ട്രിപ്സിന് ഭയങ്കര എഫക്റ്റീവായിട്ടുള്ള റിസൾട്ടാണ്. നമ്മൾ അലക്ടോ കൊടുക്കുന്ന പോലെ തന്നെ നല്ലൊരു റിസൾട്ട് കിട്ടുന്നൊരു കോമ്പിനേഷനാണ് ഈ ഗ്രാസിയ എന്ന് പറയുന്നത്. ഗ്രാസിയ ഉണ്ട്, അതേപോലെ ഷിൻവ എന്ന് പറഞ്ഞ IAL പറയുന്നുണ്ട്. നമ്മൾ ഉപയോഗിച്ച് നോക്കിയ ഗ്രാസിയാണ്. അത്യാവശ്യം നല്ല റിസൾട്ട് ഉണ്ട്. അപ്പം ഗ്രാസിയയുടെ ഒരു ഡോസേജ് എന്ന് പറയുന്നത് നമ്മൾ 30 തൊട്ട് 40 മില്ലി വരെയാണ് 200 ലിറ്ററിന് ഉപയോഗിക്കുന്നത്. ഒരു 30 മില്ലി കൊടുത്താൽ തന്നെ അത്യാവശ്യം നല്ല കൺട്രോൾ ഉണ്ട്. 30 മില്ലി നമുക്ക് കൊടുക്കുമ്പോൾ 200 ലിറ്ററിന് 400 to 450 വരെ നമുക്ക് ബാർ കോസ്റ്റ് വരുന്നുണ്ട്. അതേപോലെ 40 മില്ലിയെ കൊടുക്കുന്നെങ്കിൽ കുറച്ചും കൂടെ എഫക്റ്റീവായിട്ടുള്ള റിസൾട്ടാണ്. പക്ഷേ നമുക്കൊരു 600 രൂപ റേഞ്ചിൽ ബാർ കോസ്റ്റ് വരുന്നുണ്ട്. അതിൻ്റെ കൂടെ നമ്മളൊരു ഇമാമെറ്റിന് ഉപയോഗിച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്കൊരു 130 to 150 രൂപ വരെ വരുന്നുണ്ട്. അപ്പം 600, 700, 750 രൂപ വരും നല്ല രീതിയിൽ നമ്മളിത് കൊടുക്കുകയാണെങ്കിൽ. അത്ര കോസ്റ്റ് വരുന്നൊരു സംഭവമാണ്. പക്ഷെ ഭയങ്കര എഫക്റ്റീവായിട്ടുള്ള റിസൾട്ട്. ട്രിപ്സിന് നല്ല കൺട്രോൾ, അതേപോലെ ശരം നന്നായിട്ട് തെളിഞ്ഞു വരുന്നതായിട്ടും കണ്ടുവരുന്നുണ്ട്. പക്ഷെ അതിലൊന്നും ഒരു കഥയില്ല. ഇപ്പോഴത്തെ കാലാവസ്ഥയിൽ നമുക്ക് ശരം തെളിച്ചിട്ട് കാ പിടിക്കാനൊന്നും പോകുന്നില്ല. അതുപോലെ ചൂടാണ്, പൂ വരെ കരിഞ്ഞു പോകുന്നൊരു കാലാവസ്ഥയാണ്. പക്ഷെ നമ്മളത് ചെയ്ത് നോക്കിയിട്ട് റിസൾട്ടാണ് നമ്മൾ പറഞ്ഞത്. അപ്പം ഈ ഒരു കോമ്പിനേഷൻ നല്ല രീതിയിൽ നമുക്ക് ഈ സമയത്ത് കൊടുക്കാൻ കഴിയുന്നതാണ്. തണ്ടുവരപ്പം പുഴുക്കൾ, ചൊറിപ്പേന്, അതേപോലെ ചെറിയ മൈറ്റ്സ്, ഊരന് മാത്രം കൺട്രോളുള്ള സക്കിം പെസ്റ്റിൽ ഊരന് മാത്രം കൺട്രോൾ കുറവാണ്. ബാക്കി എല്ലാത്തിനും നല്ല അടിപൊളി കോമ്പിനേഷനാണ്. ഒരു 10-25 ദിവസത്തേക്ക് നമുക്ക് ധൈര്യമായിട്ടിരിക്കുകയും ചെയ്യും ഈ ഒരു കോമ്പിനേഷനായിട്ട് കൊടുക്കുകയാണെങ്കിൽ. അപ്പോൾ ഇതൊക്കെയാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. നല്ലൊരു പ്രോഡക്റ്റാണ്. ബാക്ടീരിയൽ എക്സ്ട്രാക്റ്റ് ആണ്, ബ്ലൂ ട്രയാങ്കിൾ ആണ്, കുറച്ച് കോസ്റ്റ്ലി ആണെന്നേ ഉള്ളൂ. അടുത്ത് നമുക്ക് പറയാനുള്ളത്, നമുക്ക് ട്രോപ്പിക്കൽ ആഗ്ര എന്ന് പറഞ്ഞ കമ്പനിയുടെ ടാഗ് ഹിക്മ എന്ന് പറഞ്ഞൊരു പ്രോഡക്റ്റ് വന്നിട്ടുണ്ട്. അതിനകത്ത് വന്നിരിക്കുന്നത് ഇമാമെറ്റിൻ ബെൻസോയിഡ്, നമ്മുടെ ഇമാമെറ്റിനുണ്ട്. അതേപോലെ തന്നെ CTPR എന്ന് വിളിക്കുന്ന ക്ലോറട്രാനിലിപ്പോൾ ഉണ്ട്. അതേപോലെ തന്നെ പഴയ നമ്മുടെ പൈറത്തോട് കാറ്റഗറി വരുന്ന ഡെൽറ്റാമെത്തിനും വരുന്ന ഒരു കോമ്പിനേഷൻ ഉണ്ട്. ടാഗ് ഹിക്മ എന്ന് പറഞ്ഞ പേരിലാണ് വരുന്നത്. അപ്പം ആ ഒരു കോമ്പിനേഷൻ ഒരു പ്രത്യേകത ഉണ്ട്, കുറേ അഡ്വാൻറ്റേജുകളുണ്ട്. 3 കെമിക്കലും തണ്ടുവരപ്പം പുഴുക്കൾക്കെതിരെ കൊടുത്തിരിക്കുന്നെങ്കിലും ഒന്ന് സിസ്റ്റമിക് ആണ്. ക്ലോറട്രാനിലിപ്പോൾ സിസ്റ്റമിക് ആയിട്ട് ആക്ട് ചെയ്യും. നമ്മുടെ ഇമാമെറ്റിൻ വന്നിട്ട് ട്രാൻസ്ലാമിനർ ആക്ഷൻ ആയിട്ട് വർക്ക് ചെയ്യും. നമ്മുടെ ഡെൽറ്റാമെത്തിനും വന്നിട്ട് കോണ്ടാക്റ്റ് ആയിട്ടും വർക്ക് ചെയ്യും. അപ്പം 3 തലത്തിലും നല്ല രീതിയിൽ പുഴുക്കൾക്ക് കൺട്രോൾ ആയിരിക്കും. പക്ഷെ അതിന് സക്കിം പെസ്റ്റിന് കൺട്രോൾ ഇല്ല. 3 പുഴുക്കൾക്കെതിരെ മാത്രം, സ്റ്റെംബോറിനെതിരെ മാത്രമുള്ളതാണ്. അങ്ങനെയുള്ള സമയത്ത് ഈ ഒരു ചൂട് കൂടിയ സമയത്ത് നമുക്ക് ഡൈഫെൻത്രോൺ അതിൻ്റെ കൂടെ കൂട്ടി കൊടുക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല റിസൾട്ടാണ്. ശരവും തെളിഞ്ഞ് കിട്ടും. ആ ഒരു മരുന്നിൻ്റെ കൺട്രോളിൽ പുഴുവിനും നല്ല കൺട്രോൾ കിട്ടും, ശരവും നല്ലപോലെ തെളിഞ്ഞ് കിട്ടും.
അങ്ങനെ ഒരു കോമ്പിനേഷൻ നമുക്ക് വേണം ട്രൈ ചെയ്യാം. നമുക്ക് ടാഗ് ഹിക്മാരുടെ ഡോസേജ് എന്ന് പറയുന്നത് 200 ലിറ്റർ 100 മില്ലിയാണ്. നമുക്ക് നമ്മുടെ ഡൈഫെൻത്രോൺ നമ്മൾ കൊടുക്കുമ്പോഴത്തേക്ക് ഒരു 150 തൊട്ട് 200 ഗ്രാം വരെ കൊടുക്കുക ഇപ്പോഴത്തെ കാലാവസ്ഥയിൽ. ഇത്രയൊക്കെയാണ് ഈ കോമ്പിനേഷനെ പറ്റി പറയാനുള്ളത്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ അടുത്തായിട്ട് നോക്കാൻ പോകുന്ന കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ അഡാമയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് മാർക്കറ്റിൽ വന്നിരിക്കുന്ന ഒരു ഇൻസെക്ടിസൈഡാണ് ഇസാവിയ എന്ന് പറയുന്നത്. ഇസാവിയയിൽ വരുന്ന കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ ക്ലോറൻട്രാനിലിപ്പോൾ, നമുക്കറിയാം സിസ്റ്റമിക് ആയിട്ടുള്ള ക്ലോറൻട്രാനിലിപ്പോൾ ഒരു 15%, അതേപോലെ ട്രാൻസ്ലാമിനാർ ആക്ഷൻ തരുന്ന ഇമാമുറ്റിൻ ബെൻസോയേറ്റ് 7.5% ആണ് വരുന്നത്. നമുക്ക് അഡാമ പോലെ ട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു ബ്രാൻഡിൽ നിന്ന് ഇത്രയും പെർസെൻറ്റേജ് കൂടി ഒരു ഇൻസെക്ടിസൈഡ് വരുമ്പോഴത്തേക്ക് നമുക്കറിയാം 100% നമുക്ക് റിസൾട്ട് കിട്ടാൻ സാധ്യത വളരെ കൂടുതലാണ്. പുതിയ പ്രോഡക്റ്റ് ആയതുകൊണ്ട് ട്രയലുകളൊക്കെ നടക്കുന്നുള്ളൂ. നമ്മളും ട്രയൽ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ റിസൾട്ട് കാര്യമായിട്ട് പറയാനുള്ള ദിവസങ്ങളായിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അതിൻ്റെ റിസൾട്ട് വന്നതിന് ശേഷം അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള റിവ്യൂവും കാര്യങ്ങളൊക്കെ ഒരു ഫുൾ വീഡിയോ ആയിട്ട് തന്നെ ഇടുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാവുന്നതാണ്. ആ ഒരു പെർസെൻറ്റേജും അതിൻ്റെ ഒരു കോമ്പിനേഷനൊക്കെ വെച്ചിട്ട് ഈ സമയത്ത് നല്ല റിസൾട്ട് കിട്ടാൻ സാധ്യതയുണ്ടാണ്. അപ്പോൾ ഇസാവി ഉപയോഗിക്കുന്നവർ അതിൻ്റെ കൂടെ സക്കിൻ പേസ്റ്റിന് ഒരു മരുന്ന് കൊടുത്ത് ഉപയോഗിക്കാം. ഇസാവി ഒരു 40 മില്ലി, അതിൻ്റെ കൂടെ ഒരു ഇമിഡാക്ലോപ്രൈഡ് 30 ഗ്രാം, ഒരു 30 ഗ്രാം കൂടെ കൂട്ടി ഉപയോഗിക്കുകയാണെങ്കിൽ അടിപൊളി റിസൾട്ട് ആയിരിക്കും. അപ്പോൾ നമ്മളത് എന്തായാലും ട്രയൽ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അടുത്ത ദിവസം തന്നെ അതിൻ്റെ ഒരു ഡീറ്റെയിൽ റിവ്യൂ ഇടുന്നതായിരിക്കും. ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. ഇത് കൂടാതെ നമുക്ക് പറയാനുള്ള കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ മലനാട് ഏലകർഷക ഗ്രൂപ്പിൻ്റെ ഒരു ടെലഗ്രാം ഗ്രൂപ്പ് കൂടെ നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്. നമ്മൾ വാട്സപ്പ് ഗ്രൂപ്പ് ഫുൾ ആയതുകൊണ്ട് ടെലഗ്രാം ഗ്രൂപ്പ് കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഗ്രൂപ്പിലോട്ട് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുള്ളവർ നമ്മൾ ഈ വീഡിയോയുടെ താഴെ അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ഒരു ലിങ്ക് ഇട്ടേക്കാം. നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ആ ലിങ്ക് വഴി ഗ്രൂപ്പിൽ വരാവുന്നതാണ്. അതിൽ നമ്മൾ ഏലകൃഷിയെ സംബന്ധിച്ചിരിക്കുന്ന അറിവുകൾ പങ്കുവെക്കുക, അതുപോലെ തന്നെ ഇതുപോലെ പുതിയ പ്രോഡക്റ്റുകളൊക്കെ അതിലൂടെ നമ്മൾ എല്ലാവരിലോട്ടും എത്തിക്കുകയും ചെയ്യുന്നതാണ്. അപ്പോൾ ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. അടുത്ത വീഡിയോ കാണുന്നവർ എല്ലാവർക്കും നന്ദി.